നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷായിട്ടാണ്. അതായത് എഗ് പറാത്ത റോൾ. എഗ് പറാത്ത റോൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ ദുബായിൽ വന്ന സമയത്താണ്. അതായത് നമ്മൾ ഗിസൈസ് ലുലുവിൽ അവിടെ ഇടയ്ക്ക് പോകുന്ന സമയത്ത് ഇത് കഴിക്കുമായിരുന്നു. എൻ്റെ അഭിമോന് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു വിഭവമാണിത്. അവനുള്ളിൽ ഫില്ലിംഗ് ഒന്നും വെച്ചിട്ടില്ല, വെറുതെ എഗ് പറാത്ത റോളാക്കി കഴിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ വീട്ടിലിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് 2-3 പേര് കമന്റ് ഇട്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓർക്കുന്നതല്ല, ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ റെസിപ്പി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ മുല്ലപ്പൂ ഇഡലി, അതായത് ഖുഷ്ബു ഇഡലി, ഒരുപാട് പേര് തയ്യാറാക്കി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ അതിൽ കുറച്ച് പേര് സംശയം ചോദിച്ചത് ഫെർമെന്റേഷൻ പറ്റിയാണ്, എത്ര സമയം ഫെർമെന്റ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഞാൻ ദുബായിലാണ്, ഇവിടെ നല്ല ചൂടാണ് ഈ സമയത്ത്. ഒരു 5-6 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പുളിച്ച് വരുന്നുണ്ട്, നന്നായിട്ട് ഫെർമെന്റ് ആയി വരുന്നുണ്ട്. അതേസമയം തണുപ്പ് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ഈ നമ്മൾ മാവ് പുളിച്ച് ഇച്ചിരി മുകളിലോട്ട്, അതായത് ഇരട്ടിയായിട്ട് വരുന്നതിനാണ് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിപ്പെൻസ് അപ്പോൺ ദ ക്ലൈമറ്റ് കേട്ടോ. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള എഗ് പറാത്ത റോൾ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഗ് പറാത്ത റോൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പറാത്ത ഉണ്ടാക്കണം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഫ്രോസൺ പറാത്തയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് നമുക്ക് റോൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ആദ്യം തന്നെ പറാത്ത ഉണ്ടാക്കി കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് നമുക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർക്കാം, പക്ഷേ നമുക്ക് പരത്താൻ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലോട്ട് ആട്ട കൂടി ചേർക്കുന്നത് കേട്ടോ, അതായത് ഗോതമ്പ് പൊടി കൂടി ചേർക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പരത്തിയെടുക്കാൻ. നമ്മൾ പരത്തി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അതിങ്ങനെ തിരിച്ച് വരുന്ന പോലെ ആവും, റബ്ബർ ബാൻഡ് കണക്കാവും. അപ്പോൾ നമുക്കിതിലോട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 കപ്പ് ആട്ടയാണ്. ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആട്ടയും മൈദയും നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. നിങ്ങൾക്കിപ്പോൾ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പോലെ ഉണ്ടാക്കാം കേട്ടോ. വലിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് റോൾ ചെയ്താലും മതി. അപ്പോൾ പിന്നെ മൈദയ്ക്ക് പകരമായിട്ട് ഫുൾ ആട്ട എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ആദ്യം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്, അൺസോൾട്ടഡ് ബട്ടർ. ഇപ്പോൾ സോൾട്ടുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന സോൾട്ട് ആദ്യം സൂക്ഷിക്കുക. ആദ്യം തന്നെ ഈ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ മാത്രം സോൾട്ട് എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെടുത്ത് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ബട്ടറും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതങ്ങ് കുഴച്ചെടുത്തിട്ട് ഒരു 20 മിനിറ്റെങ്കിലും മൂടി വയ്ക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ്. അപ്പോൾ ചെറിയ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. എന്നിട്ട് എത്ര വെള്ളം ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് 3/4 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് 2-3 മിനിറ്റ് ഇതുപോലെ അങ്ങ് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ ഞാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റോളം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാൻ തുടങ്ങാം. ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ, സർലാസ് ഇല്ലേ നമ്മുടെ ബിരിയാണി സർലാസ്, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ. അതിന് വേണ്ടി 2 സവാള വളരെ നൈസാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇടാം. ഇപ്പോൾ പച്ചമുളകും ഈ സംഭവമൊക്കെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. എൻ്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇത് ഉള്ളിൽ ഇടാറില്ല. പ്രത്യേകിച്ചും ചെറിയ മോൻ ഇതൊന്നും സവാളയൊന്നും കഴിക്കില്ല. അതുകൊണ്ട് വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ 2 പച്ചമുളകിൻ്റെ എണ്ണ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ വൈറ്റ് വിനീഗർ, അതായത് സാധാരണ വിനീഗർ, സൊർക്ക എന്ന് പറയുന്ന സംഭവം, അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നീരാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ 1 ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുത്ത് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. അതുപോലെ തന്നെ ഒരു അല്പം പഞ്ചസാര. എന്നിട്ട്
നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം അടച്ച് വെക്കുക. ഒരു ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം നമുക്ക്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും അതിങ്ങനെ ഇച്ചിരി മുങ്ങി കിടന്നോളും. വെള്ളം ഒഴിക്കണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിവാക്കാം കേട്ടോ. ഇച്ചിരി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്ക് കളറായിട്ട് നമ്മുടെ സവാള ചേഞ്ച് ആവും. സവാളയുടെ ആ കുത്തൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് നേരം അടച്ച് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പറാത്ത ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി പറാത്ത ഉണ്ടാക്കിയെടുക്കാം. ആദ്യം പറാത്ത ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ എഗ്ഗിൻ്റെ പരിപാടി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. എത്ര വലിയ പൊറോട്ടയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ ഫ്രൈ പാൻ അനുസരിച്ച്, പൊറോട്ട ഉണ്ടാക്കുന്ന പാൻ അനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 8 പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഉരുളെടുക്കാം. ഇത് ബാക്കിയുള്ളത് അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ബോർഡിൽ കുറച്ച് മൈദയോ അല്ലെങ്കിൽ ആട്ടയോ തൂക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് പരത്തിയെടുക്കാം. ആട്ട ഇട്ട കാരണം നമുക്ക് പരത്താൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മൈദ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റാപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ കൂടെ കുറച്ച് ആട്ട ചേർക്കുന്നത്. നിങ്ങൾക്ക് സെയിം സംഭവം ഫ്രോസൺ പൊറോട്ട വെച്ചും ചെയ്യാം കേട്ടോ. ഫ്രോസൺ പൊറോട്ട നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഫ്രോസൺ പൊറോട്ട ഉണ്ടാക്കിയതിന് ശേഷം മുട്ട അതിൽ ചേർത്തിട്ട് റോളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് വലുതാക്കി പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയും പരത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയും നൈസാക്കി പരത്താൻ പറ്റുന്നോ അത്രയും നൈസാക്കി പരത്തുക. ടോർട്ടില റാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. 1-2 എണ്ണം പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കാൻ പാടില്ല. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. 2 എണ്ണം പരത്തിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പൊറോട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ആദ്യം തന്നെ ഇടുന്ന സമയത്ത് ഈ കളറൊന്ന് ചേഞ്ച് ആയി ലൈറ്റായിട്ട് ഒരു വൈറ്റ് കളർ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് തിരിച്ചിടാം. ഈ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങും. ആ സമയത്ത് വീണ്ടും തിരിച്ചിടണം. അങ്ങനെ 1-2 പ്രാവശ്യം തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഓയിലോ ബട്ടറോ ഗീയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തീ എപ്പോഴും മീഡിയത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഇത് പിന്നെ നമുക്ക് ഫുൽക്ക പോലെ വീർത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു പൊറാത്ത രീതിയിലായാൽ മതി. അതല്ലേ ഇപ്പോൾ ഒരു ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് കുറച്ച് ഓയിലോ ഗീയോ ബട്ടറോ ഒന്നോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുക്കായിന്ന് ഉറപ്പ് വരുത്തണേ. അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. നന്നായി കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചിടുക. അപ്പുറത്തും ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ പറാത്ത ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് എഗ് പറാത്ത റോൾ ഉണ്ടാക്കാം. അതായിരിക്കും എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് തലേദിവസം തന്നെ ഈ പറാത്ത ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് റോൾ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. പിന്നെ ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് മാറും. അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ലൊരു കളർ കിട്ടുന്ന സമയത്ത് നമുക്കിതെടുത്ത് വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊറോട്ടയും ഞാൻ ഉണ്ടാക്കിയെടുക്കാം. 2ാമത്തെ പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ 8 പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി മുട്ട റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് 1 മുട്ട വെച്ചിട്ടും ചെയ്യാം, 2 മുട്ട വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ എത്ര വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഒരു പൊറോട്ടയ്ക്ക് 2 മുട്ട എന്നുള്ള കണക്കാണ് എടുക്കുന്നത്. എന്നാൽ ബൗളിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1-2 മുട്ട. പിന്നെ നമ്മുടെ അതിൽ സവാള വെച്ചിരിക്കുന്ന കാരണം ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇടുന്നില്ല. അതിന് പകരമായിട്ട് അല്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് മുട്ട പൊട്ടിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരല്പം ചതച്ചമുളക് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഇതൊന്നും ഇടണ്ട കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ സവാളയോ ചെറിയ ഉള്ളിയോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ തവയിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കുക. ഞാനിപ്പോൾ ഓയിലാണ് തടവി കൊടുത്തിരിക്കുന്നത്. ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ചെറിയ തീയിലിടുക. ആദ്യം തന്നെ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ മുട്ട അതിലൊഴിച്ചതിന് ശേഷം ഒന്നൊരു ഹാഫായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഒരു പൊറോട്ട അതിൻ്റെ മുകളിൽ വെക്കുക. അതിന് ശേഷം തിരിച്ചിടുക കേട്ടോ. വെച്ച് കൊടുക്കുക. ഓക്കെ. ഇച്ചിരി നാവട്ടെ. നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഒട്ടി പിടിക്കണം കേട്ടോ മുട്ട. എന്നിട്ട് നമുക്ക് സൈഡിൽ നിന്ന് വിടിച്ച് കൊടുക്കാം. തിരിച്ചിടാം. ഇങ്ങനെ ഉണ്ടാക്കാം. വേറെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് വെക്കാം.
അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് നമ്മൾ പൊറോട്ട വെച്ച് കൊടുക്കുക. ചെറിയ തീയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്തി എല്ലാ ഭാഗത്തേക്കും ആക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിടുക. അങ്ങനെയും ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ആദ്യം കാണിച്ച രീതിയാണ് പ്രിഫർ ചെയ്യുന്നത്. തീ ഒരിക്കലും കൂട്ടാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. മുട്ടയുടെ ആ വാസന തന്നെ മാറിപ്പോകും. നമുക്ക് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ താഴേക്കും കുറച്ച് മുട്ട വന്നോളും. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് അതുപോലെ ചെയ്തോളൂ. 2 രീതിയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യത്തെ രീതിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ പ്ലേറ്റിലോട്ട് വെക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇത് നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് എഗ് പറാത്ത വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ഞാൻ പറഞ്ഞ പോലെ ഇത് അഡൽസിനാണ് കേട്ടോ. കുട്ടികൾക്ക് ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വെച്ച് കൊടുക്കാം. കുറച്ച് മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാനും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുത്തോളൂ കേട്ടോ. വേണമെങ്കിൽ കുക്കുംബർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു മല്ലിയുടെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് കുറച്ച് മുളക് ചതച്ചതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്വീറ്റ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. അതും അല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അത് മതിയാവും. ഇനി നമുക്കിത് റോൾ ചെയ്യാം. ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് റോൾ ചെയ്യാം. അപ്പോൾ ഇത് ഓഫീസിൽ കൊണ്ടുപോകാൻ പാക്ക് ചെയ്യണമെങ്കിൽ മൊത്തത്തിൽ പാക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് പുറത്തേക്ക് തള്ളുന്ന രീതിയിലാണ് ഞാനിത് റാപ്പ് ചെയ്യുക. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുത്തൊക്കെ വിടുകയാണെങ്കിൽ മൊത്തത്തിൽ റാപ്പ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ 3/4 ഭാഗം മാത്രമേ റാപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 3 ഇവിടെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് ഉണ്ടാക്കുക. ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ടുണ്ടാവും. പക്ഷേ ഓഫീസിലേക്കൊക്കെ കൊടുത്ത് വിടുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നിവൃത്തിയില്ല. പക്ഷേ അത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ പിന്നെ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കില്ല. കുട്ടികൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിക്കോളൂ. അത് അമ്മമാർക്ക് അറിയാലോ. അപ്പോൾ ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ കഴിക്കാം. ഇന്നത്തെ ലഞ്ച് ഇതാക്കാം അല്ലേ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർലാസാണ്. അത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് സൂപ്പറായിരിക്കുക. പക്ഷേ സവാള ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അതിനുള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാം. ബേസിക്കലി വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന പൂ പോലുള്ള ഇഡലി, അതായത് ഖുഷ്ബു ഇഡലി, ഒരുപാട് പേര് ട്രൈ ചെയ്തു. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ട്രൈ ചെയ്ത് നോക്കാത്തവർ വീക്കെൻഡിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഉള്ളിയുടെ ഒരു ഫ്രഷ്നസ് ഉണ്ട്. കഴിക്കണോ ആക്രമിക്കണോ? ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു നമ്മുടെയൊക്കെ വായ എന്താണ് ബർഗറും ഈ പൊറോട്ടയും തിന്നുന്നത്. ഇങ്ങനെ